ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് സങ്കടത്തിലൂടെ പോണ ഒരു ടൈം ഉണ്ടായിനി. അപ്പം എല്ലാത്തിൻ്റെയും കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് മാറി നിൽക്കണതാണ്. അപ്പോൾ അത് തിരിച്ച് ഇതിലേക്ക് വരുമ്പോൾ തന്നെ ഇൻഷാ അല്ലാഹ് എല്ലാ സങ്കടങ്ങളും മാറി സന്തോഷത്തിലേക്ക് തിരിച്ചു വരും. ഞാൻ എല്ലാ മനസ്സിലെ ചെറിയ ചെറിയ ദുഃഖങ്ങളും മാറിയിട്ട് എനിക്കെൻ്റെ വീട് ഞാൻ പറയില്ല എപ്പോഴും A to Z കാര്യത്തിൽ നമ്മളെവിടെ പോകുമ്പോഴും ഞാൻ പറയലുണ്ട്. ഇപ്പം വലിയ വലിയ ഹോട്ടലിൽ സ്റ്റേ കിട്ടുകയാണെങ്കിലും ഇപ്പം നമ്മളോട് പരിപാടിക്കൊക്കെ പോകുമ്പോൾ കുറേ ടീമുകൾ പറയും നിങ്ങളിന്ന് ഇവിടെ നിന്നോളി, നിങ്ങളിന്ന് ഈ ഹോട്ടലിൽ നിന്നോളി, ഇവിടെ 5 സ്റ്റാറാണ്, നിങ്ങളിന്ന് ഈ ഹോട്ടലിൽ നിന്നോളി, ഇത് 3 സ്റ്റാറാണ്, ഇവിടെ നിന്നോളി, ഈ റിസോർട്ടിൽ നിന്നോളി, അവിടെ നിന്നോളി. അപ്പോൾ ഞാൻ പറയും ഞാൻ വീട്ടിൽ പോവാം. പരിപാടി കഴിഞ്ഞപ്പോൾ ജിമ്മിക്കറിയാം നമ്മൾ പരിപാടി കഴിഞ്ഞാൽ എപ്പോഴാണോ പരിപാടി കഴിഞ്ഞ് ആ സ്പോട്ടിൽ വീട്ടിലേക്ക് പോരും. അപ്പം നമ്മളെ സ്വന്തം സൊഫാനിക്കാണ് ഇപ്പോൾ എടുത്തെടുത്ത് ഇത്രയും സെറ്റപ്പിൽ വീടാക്കി വെച്ചിട്ടുള്ളത്. ഫ്രണ്ട് ആകെ മാറി വീടിൻ്റെ ഫ്രണ്ട് ഈസ് ലുക്കിംഗ് ഗുഡ്. അപ്പം നമുക്ക് ഉള്ളിലത്തെ വിശേഷങ്ങളും കൂടി കണ്ടോക്കാം. ആക്കാ ചാടിച്ചാ ഫുള്ള് പെയിന്റ് വന്നപ്പോൾ തന്നെ ഒരു ഔട്ട്ലുക്ക് കിട്ടി. പുട്ടി അപ്പോൾ പുട്ടി കയറിയിട്ട് ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മളെ വിശേഷങ്ങൾ നമുക്ക് കാണാനുള്ളത്. അവിടെ സീലിംഗ് അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്, ഇവിടെ സീലിംഗ് ഇങ്ങനത്തെ ഒരു സ്റ്റൈലാണ്, പല സ്റ്റൈലിലാണ് വരുന്നത്. അപ്പം കുറച്ചധികം സർപ്രൈസ് ഉണ്ട് കേട്ടോ. ഞാനൊരു ഷവർ ഇന്നലെ കണ്ടുവച്ചിരിക്കണത്, അത് കിട്ടിക്കഴിഞ്ഞാൽ പൊളിക്കും ഞാൻ. അപ്പോൾ ഇതാണ് റൂം വരുന്നത്. ഇതുകൊണ്ട് കട്ടില അവിടെ തന്നെ വരും അല്ലേ, ഹോളൊക്കെ കൊടുത്താണ്ടിട്ട്. അവിടെ തന്നെ. ഇത് വാർഡ്രോബിൻ്റെ ഏരിയ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ പുതിയ തലമുറ വീട്ടുകാർക്ക് എല്ലാവർക്കും വാർഡ്രോബ് ഉണ്ടല്ലോ കരുതിയിട്ട് അങ്ങോട്ട് ഉണ്ടാക്കിപ്പിച്ചാണ് ഇപ്പോൾ അതൊക്കെ. അപ്പം ഇതാണ് നമ്മളെ ബാത്റൂമിന് എന്ത് തരുന്നിക്കണ്. അതല്ല അടിക്കൊക്കെ ഇതല്ലേ തുരങ്കപാത. അപ്പം കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയിട്ടുണ്ടോ സൊഫാൻക്ക് അവിടെ തുരങ്കപാത ഉണ്ടാക്കിയിരിക്കണ്. സമചതുര കറക്റ്റാ. അപ്പം സമചതുരല്ലോ ആണോ? അപ്പൊ എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാ. എനിക്ക് എവിടെയോ ചിലപ്പോ എന്തെങ്കിലും സ്റ്റൈലാവും, പക്ഷെ വേറെ സൈഡ് നോക്കുമ്പോൾ റെഡി ആവണുണ്ട്. ഇത് സമചതുരാണോ വേറെ എന്തെങ്കിലും ചതുരാണോ എന്നുള്ളതൊന്ന് കമന്റ് ചെയ്യാം കേട്ടോ. കണക്കറിയണോല് നമുക്കത്ര കണക്കത്ര വശമില്ല. ടൈൽസ് ഇടുമ്പോൾ സെറ്റിൽ വരുന്നുണ്ടാവും. അപ്പം അതെന്താ വെള്ളം നിൽക്കുന്ന ടൈപ്പ് കുട്ടിയോ ഉണ്ടാവൂലേ? എന്ത് സ്കൂൾ ഗ്രൂപ്പിലോ? സ്കൂൾ ഗ്രൂപ്പിൽ വരലുണ്ടോ? ഞങ്ങളെ ബാച്ചുള്ള ഗ്രൂപ്പുണ്ട്. ബാച്ചിന്റെ ഗ്രൂപ്പിന്റെ മറ്റന്നാളെ ഓണം മാവേലി ആൽത്തറ പൂരല്ലേ? മാവേലിയായിട്ട് വിളിക്കുമ്പോ ഇന്നൊക്കെ വിളിക്കണം. ഇന്നൊക്കെ വിളിച്ചുമ്പോൾ ആ മാവേലിന്റെ പവർ ഉണ്ടോ മനസ്സിലാവുള്ളൂ. ചാറിന്റെ കേട്ടോ. അപ്പൊ തേച്ചിട്ടുള്ളൂ. പിന്നെ എന്റെ ഗ്രൂപ്പില് 2 വട്ടം വരും വീഡിയോ. എങ്ങനെയുണ്ടായിരുന്നു മൊത്തത്തില്? നീളത്തിൽ വന്നപ്പോ നൈസായില്ലേ? ഷേപ്പാക്കിയിട്ടുണ്ടാവും. അപ്പൊ പുട്ടിപ്പണിയിലേക്ക് കടന്നിരിക്കുകയാണ്. പറ്റണ ഇങ്ങനെ തന്നെയാണ് കയറിപ്പോ. എന്താ ഇങ്ങനെ പോയിക്കണേ ടൈലുമ കൂടെ ഒക്കെ? ടൈല് ഇനി കുറച്ച് ഇടേണ്ടി വരും അല്ലേ? ഗൈസ്, ഒരു സജഷൻ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മൾ ഇട്ടിട്ടുള്ളത് ഗ്ലോസി ടൈലാണ്. നമ്മൾ കണ്ടുവച്ചിട്ടുള്ളത് മാറ്റിൽ ഉള്ളൊരു ടൈലാണ്. അപ്പം ഏത് ടൈലാണ് നല്ലത് എന്നുള്ളത്
ഒന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് പറഞ്ഞു തരിക. ഇമ്മച്ചി എന്നോട് പറയുന്നുണ്ട് നമുക്ക് ഗ്ലോസി ടൈൽ തന്നെ ഇടാം, ഗ്ലോസി ടൈൽ തന്നെ ഇടാം. പക്ഷെ പുതുതലമുറ വീടുകളിൽ അങ്ങോളം ഇങ്ങോളം മാറ്റ് ടൈലല്ലേ? ആ അറിയില്ല. ഉമ്മച്ചി പറഞ്ഞു ഇജ്ജ് എൻ്റെ മാറ്റയിൽ ഇജ്ജ് അപ്പത്തെ രസം നോക്കി എടുത്താണ്ട് ഇപ്പോൾ പണിയാവും അങ്ങോട്ട് കിട്ടും. ഞാൻ പറഞ്ഞു എനിക്ക് മാറ്റയിൽ ഇഷ്ടപ്പെട്ടുമാ. ആ വാഷ്റൂം തന്നെ വാഷ്റൂമിൽ മാറ്റാണ് വെള്ളത്തിന്റെ നല്ല പണിയാ, കുറച്ച് പണിയാ. ചെറിച്ചുണ്ട് ജി. ആ എനിക്ക് ഏതാ ടൈൽ ഇഷ്ടം? എനിക്ക് ടൈലിന്റെ പേരൊന്നും അറിയില്ല. എന്നാലും മാറ്റാണോ എനിക്ക് ഗ്ലോസി ആണോ ഇഷ്ടം? ഏതാ ഇഷ്ടം? ഗ്ലോസി. ഗ്ലോസി പറഞ്ഞാൽ തെളുങ്ങണത്. ആ എനിക്കറിയാലോ, ഇജൊരു ആർട്ടിസ്റ്റ് ആണല്ലോ. ഗ്ലോന്റെ ആൾക്കാരാണ്. ഗ്ലോസി മതിയാ എനിക്കൊക്കെ ഗ്ലോ എടുത്തോ, എനിക്കൊക്കെ ഗ്ലോ. ഓ എനിക്കൊക്കെ